നമ്മുടെ ഒ പിയിലൊക്കെ ഇന്ന് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത്. മുടി കൊഴിച്ചിൽ മാത്രമല്ല, ശരിക്കും മുടി റിലേറ്റഡ് ആയിട്ടുള്ള പല ഇഷ്യൂസും, അത് ഹെയർ തിന്നിങ് ആവാം, അല്ലെങ്കിൽ മുടിയുടെ കട്ടി കുറയുന്നതാവാം, നേരത്തെ നര വരുന്നത്, ഇതൊക്കെ ഇന്ന് വളരെ കോമൺ ആണ് ശരിക്കും പറഞ്ഞാൽ. ഇത് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും, അല്ലെങ്കിൽ പലപ്പോഴും ഇത് ചെറിയൊരു പ്രശ്നമല്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുമെങ്കിലും, ഇത് ഫേസ് ചെയ്യുന്ന ഒരാൾക്ക് ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ തന്നെയാവാം. ബിക്കോസ് പലരും വന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, സൊസൈറ്റിയുടെ ഒരു ജഡ്ജ്മെൻറ്റിനൊക്കെ ഇപ്പോൾ ആദ്യം തന്നെ ഒരാളെ കാണുമ്പോൾ മുടി ഒത്തിരി പോയല്ലോ, അല്ലെങ്കിൽ നേരത്തെ കണ്ട പോലെയല്ലോ, മുടി ഒരുപാട് കയറിപ്പോയല്ലോ എന്നൊക്കെ പറയുന്ന ഒരു ജഡ്ജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇവരുടെ കോൺഫിഡൻസിനെയൊക്കെ ബാധിക്കുന്ന ഒരു രീതിയിലേക്ക് വരെ ഇത് മാറാം. അപ്പോൾ ഇത് വളരെ കോമൺ ആയിട്ട് വരുന്നുണ്ടെങ്കിലും പലരും ഒ പിയിൽ വരുന്നത് ഇതിനുള്ളൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ എണ്ണ ഏതാണ് നല്ലത് എന്ന് ചോദിച്ചിട്ടാണ്. ഏതെണ്ണ തേച്ചാലാണ് മുടി കൊഴിച്ചിൽ മാറുന്നത്? ഒരുപാട് എണ്ണകൾ തേച്ചു, മാർക്കറ്റിൽ കാണുന്നതും പരസ്യം കണ്ടിട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് എണ്ണകൾ തേച്ചു, പക്ഷേ വ്യത്യാസമില്ല. ഇതൊക്കെയായിരിക്കും പലപ്പോഴും വന്ന് പറയുന്നത്. മുടി കൊഴിച്ചിൽ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മുടിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് പ്രശ്നമാണെങ്കിലും എണ്ണയാണ് ഒരു സൊല്യൂഷൻ എന്നുള്ളത് പൊതുവേ സമൂഹത്തിലൊരു തെറ്റായ ധാരണ എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു ധാരണ ഉണ്ട് ശരിക്കും. പക്ഷെ എണ്ണ മാത്രമല്ല അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്നുള്ളത് മനസ്സിലാക്കണം. കാരണം മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ മുടിയെ സംബന്ധിച്ച പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ബാക്കി പല ഇഷ്യൂസിൻ്റെയും ഒരു ഇൻഡിക്കേറ്റർ ആവാം, പല ഡയഗ്നോസുകളിലേക്കും ലീഡ് ചെയ്യുന്ന ഒരു പ്രസൻറ്റേഷൻ ആവാം. ശരിക്കും നമ്മൾ കൂടുതൽ അന്വേഷിച്ച് അവരോട് സംസാരിച്ച് വരുമ്പോഴാണ് ഇവർക്ക് ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടാവാം, സ്ട്രെസ് ഉണ്ടാവാം, ഉറക്കക്കുറവുണ്ടാവാം, ഇങ്ങനെ പല വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഉണ്ടാവാം, ഫുഡ് ശരിക്കും കഴിക്കുന്നുണ്ടാവില്ല, ഇങ്ങനെ കുറേ ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസിൻ്റെയും അല്ലെങ്കിൽ മറ്റു പല മേജർ ഇഷ്യൂസിൻ്റെയും ഒരു തലപ്പത്തെ അറ്റം ആയിരിക്കാം മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും എണ്ണ മാത്രമാണോ മുടി കൊഴിച്ചിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു സമയമാണ് ഇത്, അല്ലേ? വളരെ ആവശ്യമായിട്ടുള്ള സമയമാണ്. ഇപ്പോൾ പൊതുവെ ആണുങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ആണുങ്ങളുടെ മേക്കപ്പ് എന്നാണ് മുടിയെ പറയുന്നത്. അപ്പോൾ അത് പെണ്ണുങ്ങൾ മേക്കപ്പ് ചെയ്യുന്ന പോലെ ആണുങ്ങളുടെ ഒരു മേക്കപ്പാണ് ഹെയർ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് തന്നെയുണ്ട്, ചിലർ ചുമ്മാ അങ്ങ് പാനിക്കാവും. ഇപ്പോൾ കുറച്ച് മുടിയൊക്കെ കൊഴിഞ്ഞാലും ഡെയിലി നമുക്ക് ഒരു 50 to 100 ഹെയർസ് വരെ ലോസ് ആവുന്നത് അക്സെപ്റ്റബിൾ ആണ്, അത് അങ്ങനെ ആകും. അപ്പോൾ അത് കണ്ടിട്ട് തന്നെ ടെൻഷൻ അടിച്ചിട്ടാണ് മുടി കൊഴിയുന്നത്, എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ വരെ പാനിക്കാവുന്ന ആൾക്കാരെ നമുക്ക് കാണാം. ഈ പറഞ്ഞ പോലെ എണ്ണ മാത്രമല്ല, ഇപ്പോൾ നമുക്കറിയാം ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ പല ടൈപ്പ് ഓഫ് ഹെയർ ഓയിൽസ് അവൈലബിൾ ആണ്. അപ്പോൾ അവർ ടെസ്റ്റിമോണിയിൽ ഇടുമ്പോൾ നമ്മൾ കാണുന്നുണ്ടാ മുടി കുറേ ആൾക്കാർക്ക് മാറുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അത് തേച്ചത് കൊണ്ട് മാറണം എന്ന് ഇല്ല, കാരണം ഓരോരുത്തരുടെ കോസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ. അപ്പോൾ പല രീതിയിലുള്ള കോസുകൾ കാണും. ഇപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ കോവിഡ് കഴിഞ്ഞിട്ട് മുടി നന്നായിട്ട് കൊഴിയുന്ന ഡോക്ടറെ എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്, കോവിഡ് വാക്സിൻ എടുത്തു കഴിഞ്ഞിട്ട് മുടി കൊഴിയുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ ഒരു വൈറൽ ഇൻഫെക്ഷൻ കൊണ്ടും നമുക്ക് മുടി കൊഴിയാം. ഈ വൈറൽ ഇൻഫെക്ഷനിൽ നമ്മൾ ആ സമയത്ത് കഴിക്കുന്ന ഫുഡും കാര്യങ്ങളും ഒക്കെ ബോഡി അത്രയും ന്യൂട്രിയൻസ് വളരെ എസെൻഷ്യൽ കാര്യങ്ങൾക്കായിട്ടുള്ള ആ ഡിസീസ് ഫൈറ്റ് ചെയ്യാനായിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ ഈ സ്കാൽപ്പിലും ഹെയർ ഫോളിക്കിൾസിലും ഒക്കെ ന്യൂട്രിയൻസ് എത്തുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ ഇത് കാരണം തന്നെ മുടി നമ്മുടെ ഒരു ഗ്രോയിങ് സ്റ്റേജിൽ നിന്ന് ഒരു ടീലോജൻ ഫേസ്, അതായത് ഒരു റെസ്റ്റിംഗ് ഫേസിലോട്ട് കിടക്കും. അപ്പോൾ മുടിയുടെ ഫർദർ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, ഓൾറെഡി ഉള്ള ഹെയർസിനെ വീക്കാക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത് കാരണം മുടി കൊഴിച്ചിൽ ധാരാളം സംഭവിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ എണ്ണ തേച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമുക്ക് മുടി കൊഴിച്ചിലിന് അവിടെ നമുക്ക് മുടിക്ക് സപ്ലിമെൻറ്റ്സ് കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഏത് കോസാണ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ. ഈ പറഞ്ഞതുപോലെ ചില കാരണങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും മുടി കൊഴിച്ചിലിൻ്റെ, ചിലത് പക്ഷേ നമ്മുടെ കയ്യിലല്ല. അപ്പം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാരണങ്ങളാണോ, കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണോ, മെഡിക്കൽ ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ടതാണോ എന്നുള്ളത് ആദ്യം ഐഡൻറ്റിഫൈ. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ ലൈഫ് സ്റ്റൈൽ, നമ്മൾ ജീവിതശൈലിയിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും മുടി കൊഴിച്ചിലിന് കാരണമാക്കും. പല പല കാരണങ്ങളുണ്ട്, അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് കേൾക്കാം. നമ്മൾ ലൈഫ് സ്റ്റൈല് പറയുമ്പോൾ അതിൽ എടുത്ത് പറയേണ്ട ഒന്നാണ് ഇപ്പോൾ ആൾക്കാർ എങ്ങനെ കമ്മ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ നാട്ടിൽ കൂടുതൽ ആൾക്കാരും ബൈക്കാണ് പ്രിഫർ ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് ഈസി. അപ്പോൾ അവരെല്ലാവരും തന്നെ ഈ ഹെൽമെറ്റ് യൂസ് ചെയ്യുന്ന, നമ്മളെല്ലാവരും ഹെൽമെറ്റ് വയ്ക്കണം നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി. ഇപ്പം പക്ഷേ ഈ ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നവരെ കൺസേൺ ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഈ ഹെൽമെറ്റ് വയ്ക്കുന്നതുകൊണ്ട് മുടി കൊഴിച്ചിൽ കൂടുന്നുണ്ട്. അപ്പം അതിൽ ഹെൽമെറ്റ് വയ്ക്കാത്തവരുണ്ട്. അപ്പം അവരെ എപ്പോഴും ചോദിക്കുന്നതാണ്, ഹെൽമെറ്റ് വയ്ക്കുന്നതുകൊണ്ട് മുടി കൊഴിച്ചിലുണ്ടാവുമോ, അല്ലെങ്കിൽ അവർക്കുള്ള മുടി കൊഴിച്ചിൽ ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണോ? അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്ലണ്ടായിട്ട് പറയാൻ പറ്റില്ല അത് കാരണം മുടി കൊഴിച്ചിൽ വരുമെന്ന്. ഡയറക്റ്റ് റീസൺ അല്ല.
അപ്പോൾ നമ്മൾ ഭയങ്കര ടൈറ്റായിട്ടുള്ള ഹെൽമെറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഭയങ്കര ടൈറ്റ് ഫിറ്റിംഗ് ഹെൽമെറ്റ് ആണെങ്കിൽ നമ്മുടെ മുടിക്ക് ട്രാക്ഷൻ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒരു പുള്ളിങ് ഫോഴ്സ് ഉണ്ടാവും. കൂടുതൽ ലോങ് ഹെയർസ് ഉള്ളവർക്കാണ് ഇത് ആപ്ലിക്കബിൾ ആകുന്നത്. അപ്പോൾ ഈ പുള്ളിങ് ഫോഴ്സ് കൊണ്ട് മുടി പെട്ടെന്ന് ബ്രേക്ക് ആവാനും മുടിയുടെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് പ്രൊലോങ്ഡ് ആയിട്ട് നമ്മൾ അങ്ങനത്തെ ഹെൽമെറ്റ് യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു കാരണം കൊണ്ട് മുടി കൊഴിച്ചിലുണ്ടാവാം. പിന്നെ പറയാൻ പറ്റുന്ന, നിങ്ങൾ എങ്ങനെയാണ് ഹെൽമെറ്റിൻ്റെ ഹൈജീൻ നോക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ തലയുടെ ഹൈജീൻ ഇത് വയ്ക്കുമ്പം നോക്കുന്നതെന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ഹെൽമെറ്റ് വച്ച് മീൻസ് ഒരുപാട് വേർത്ത് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഈ വേർപ്പ് അതിൽ ബിൽഡപ്പ് ചെയ്യും. ഈ സ്വെറ്റ് ബിൽഡപ്പ് ചെയ്തിട്ട് ഇത് സ്കാൽപ്പ് ഇച്ചിങ്ങും പിന്നെ ബാക്കി ഡാൻഡ്രഫും അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ കോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് പ്രൊലോങ്ഡ് ആയിട്ട് പോകുമ്പോൾ നമ്മുടെ മുടിക്ക് ഹെൽത്തിന് നല്ലതല്ല. പിന്നെ പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഹെൽമെറ്റിൽ തന്നെ ഈ കുറേ ബാക്ടീരിയാസ് ബിൽഡപ്പ് ചെയ്യും, ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഹെൽമെറ്റ് വാഷ് ചെയ്യാതെ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുമ്പോഴും നമ്മുടെ ഹെയർ ഹെൽത്തിന് നല്ലതല്ല. ഹെയർ പെട്ടെന്ന് ബ്രേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇത് ഡാൻഡ്രഫ് പിന്നെയും വരാൻ ചാൻസ് ഉണ്ട്, ഫംഗൽ ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതാണ് ഹെൽമെറ്റിൻ്റെ. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഹെൽമെറ്റ് പീരിയോഡിക്കലി ഒരാഴ്ച കൂടുമ്പോൾ നിങ്ങൾ ഹെൽമെറ്റിൻ്റെ അകത്തുള്ള ആ സോഫ്റ്റ് പാഡിങ് എടുത്ത് കഴുകിയിട്ട് നിങ്ങൾ സൺലൈറ്റ് വെച്ച് ഡ്രൈ ചെയ്യാൻ നോക്കുക. അപ്പം കുറേ ബാക്ടീരിയാസ് അങ്ങനെ തന്നെ പോവും. പിന്നെ നമുക്കൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ ക്ലോത്ത് കൊണ്ട് നമ്മുടെ തല കവർ ചെയ്യുക ഹെൽമെറ്റ് വയ്ക്കുന്നതിന് മുന്നേ. എന്നിട്ട് ഈ കോട്ടൺ ക്ലോത്ത് തന്നെ നിങ്ങൾ റീസൈക്കിൾ ചെയ്യുക, അല്ലെങ്കിൽ ഇത് കഴുകി ഉപയോഗിക്കുക. അതും ഒരു 2-3 ഡേയ്സ് കൂടുമ്പോൾ കഴുകി യൂസ് ചെയ്യുക, അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യുക. കുറച്ച് 2 മാസമൊക്കെ ഇത് യൂസ് ചെയ്തിട്ട് പിന്നെ അത് റീസൈക്കിൾ ചെയ്യുക. പിന്നെ ഈ ഡെയിലി ആക്ടിവിറ്റീസിൽ വരുന്ന ഒന്നാണ് കുളിക്കുക എന്നുള്ള ബാത്തി. അത് നമ്മുടെ ആയുർവേദം ഡെയിലി കുളിക്കാൻ തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇപ്പം ആൾക്കാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, കുളിക്കുമ്പോൾ ഒരുപാട് മുടി കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ പോകുന്ന മുടിയൊക്കെ ആക്ച്വലി പോവേണ്ട മുടി തന്നെയാണ്. നിങ്ങൾ കുളിക്കുന്നതുകൊണ്ടല്ല ഇത് പോകുന്നത്. അത് ഓൾറെഡി ഷെഡിങ് ഫേസിൽ ഇരിക്കുന്ന ഹെയർ സ്ട്രാൻഡ്സ് തന്നെയാണ് ഇളവി പോകുന്നത്. അത് എന്തായാലും പോകും, നിങ്ങൾ കുളിച്ചാലും പോവും കുളിച്ചില്ലെങ്കിലും പോവും. അപ്പം നമ്മൾ എങ്ങനെ കുളിക്കുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഹെയർ ഫോൾ. നിങ്ങൾ ഇപ്പോൾ ഭയങ്കര ചൂടുവെള്ളം യൂസ് ചെയ്ത് കുളിച്ചാൽ നമ്മളെ ഹെയറിന് നല്ലതല്ല. അതുപോലെ തന്നെ ഹാർഡ് വാട്ടർ യൂസ് ചെയ്ത് കുളിച്ചാൽ ഹെയറിന് നല്ലതല്ല. ഹെയർ സ്ട്രാൻഡ്സ് ഭയങ്കര ബ്രിട്ടിലാവാൻ ചാൻസ് ഉണ്ട്, ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. ഈ നാച്ചുറൽ ഓയിൽസ് സ്കാൽപ്പിൽ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഹെയർ ഫോൾ കൂടാൻ ചാൻസ് ഉണ്ട്. പീരിയോഡിക്കലി പ്രൊലോങ്ഡ് ആയിട്ട് ഈ ചൂടുവെള്ളം അല്ലെങ്കിൽ ഹാർഡ് വാട്ടർ യൂസ് ചെയ്താൽ ഹെയർ ഫോൾ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലൂക്ക് വാം വാട്ടർ തന്നെ മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക കുളിക്കാൻ നേരത്ത്. പിന്നെ ഈ കുളിച്ച് വെറ്റ് ഹെയർ ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് തല തോർത്തും. അപ്പം തല തോർത്തുമ്പോൾ ഭയങ്കര ഫോഴ്സ്ഫുള്ളി നമ്മൾ തോർത്തുമ്പോൾ അത് നമ്മളെ ഹെയർ ഹെൽത്തിന് നല്ലതല്ല. അത് ബ്രേക്കേജ് വരാനും ഹെയർ ഫോൾ കൂട്ടാനും ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ എവിടെയെങ്കിലും പോകുമ്പം കുറച്ച് നേരത്തെ കുളിച്ചിട്ട് നാച്ചുറലി അതിനെ ഉണങ്ങാൻ വിടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ജസ്റ്റ് ഒന്ന് സോഫ്റ്റായിട്ട് തോർത്തിട്ട് നാച്ചുറലി അതിനെ ഉണങ്ങാൻ വിടുന്നതായിരിക്കും. പിന്നെ എക്സസ് ആയിട്ട് ബ്ലോ ഡ്രയർ യൂസ് ചെയ്യുന്നത് നല്ലതല്ല. അതിൽ ഹോട്ട് എയറിൽ അത് വരുന്നത്. അപ്പം അതും നമ്മളെ മുടിയെ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ പെട്ടെന്ന് കുളിച്ചിട്ട് പെട്ടെന്ന് ബ്ലോ ഡ്രൈ ചെയ്തിട്ട് അങ്ങ് ഇറങ്ങി പോകും. പക്ഷെ അത് ഒരുപാട് നാളാകുമ്പോൾ നമ്മളെ ഹെയറിൻ്റെ ഹെൽത്ത് ഡാമേജ് ചെയ്യും. ഈ ഹെയർ വാഷിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയെന്ന് കുളിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ സ്കാൽപ്പിനെയും ഹെയറിനെയും വൃത്തിയാക്കി വെക്കുക എന്നുള്ള ഉദ്ദേശമുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ നിങ്ങളിപ്പോൾ വളരെയധികം പൊടിയടിക്കുന്നില്ല, അല്ലെങ്കിൽ ഹെയറിന് വേറൊരു പ്രശ്നവും വരാത്തൊരു എൻവയോൺമെൻറ്റിലാണെങ്കിൽ നിങ്ങളെന്നും കുളിക്കണം എന്ന് നിർബന്ധമായിട്ടില്ല. നമ്മൾ ഈ കുളി പറയുന്നത് തന്നെ ഹെയറിനെ ക്ലീൻ ചെയ്യാനും അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരു ഫിസിയോളജിക്കൽ ആസ്പെക്ട്സിന് വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ദിവസവും കുളിക്കുന്നത് കൊണ്ട് മുടി അങ്ങനെ നിൽക്കും എന്നല്ല അതിൻ്റെ ഉദ്ദേശം. അതുപോലെ തന്നെ ഈ എണ്ണ തേക്കുന്ന കാര്യം, കുളിക്കുന്നതിന് മുമ്പ് എണ്ണ തേച്ചിട്ട് നമ്മൾ കാണുന്ന ആ എണ്ണയും വച്ചുകൊണ്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്ന സാഹചര്യമാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ പോലെ ഒരു കൺട്രിയിൽ അങ്ങനെ നമുക്കറിയാം നമ്മുടെ പുറത്ത് എന്തുമാത്രം പൊല്യൂഷനും ട്രാഫിക്കും ഈ ഡസ്റ്റും ഇതുമൊക്കെയാണ്. നമ്മൾ ഈ എണ്ണയും തേച്ചിട്ട് അങ്ങ് ഇറങ്ങും, ഈ ഡസ്റ്റും ബാക്കി കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഹെയറിൽ വന്ന് അക്യുമുലേറ്റ് ചെയ്യാനും ബിൽഡപ്പ് ചെയ്യാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും എണ്ണ തേച്ചിട്ടിട്ട് പുറത്തിറങ്ങാതിരിക്കാനൊക്കെ നോക്കുക. ഹെയർ വാഷ് ചെയ്യുമ്പോൾ തന്നെ അതും ഉപയോഗിക്കുന്ന പ്രോഡക്ട്സും കൂടെ ശ്രദ്ധിക്കുക. പിന്നെ ഈ നമ്മുടെ ഈ ഹെൽമെറ്റിന്റെ യൂസിൽ തന്നെ ഈ എണ്ണ തേച്ചിട്ട് ഉടനെ ഹെൽമെറ്റ് എടുത്ത് വെച്ചിട്ട് പോവുക, അല്ലെങ്കിൽ കുളിച്ചിറങ്ങിയ ഉടനെ ഹെൽമെറ്റ് വെച്ചിട്ട്, ഇതൊക്കെ പെട്ടെന്ന് ഹെയർ ഡാമേജ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്.
അത് മാത്രമല്ല ഈ ഹെൽമെറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ മുടി കെട്ടുന്നത് പെണ്ണുങ്ങളിലായാലും തീർച്ചയായിട്ടും അതെ വലിച്ച് പോണിടെയിൽ കെട്ടുന്നത് അത് വളരെ ഒരു പ്രിഡോമിനന്റ് കോസ് എന്ന് തന്നെ പറയാം. കാരണം ഇപ്പോൾ ഈ സ്റ്റൈലിങ്ങിൻ്റെ ഒക്കെ ഭാഗമായിട്ട് വലിച്ചിങ്ങനെ പിന്നോട്ട് കെട്ടുമ്പോൾ അത് ട്രാക്ഷൻ വരികയാണ്. അപ്പോൾ നോർമലി പെൺകുട്ടികൾക്ക്, ചെറിയ പെൺകുട്ടികളാണ് ശരിക്കും മുടി കൊഴിച്ചിൽ എന്നൊക്കെ പറഞ്ഞത്, പ്രത്യേകിച്ച് ഫ്രണ്ടിലൊക്കെ. അപ്പോൾ ഈ വലിച്ച് പോണിടെയിൽ കെട്ടിയിട്ട് ഫുൾ ഡേ ഇങ്ങനെ പോകുമ്പോൾ ശരിക്കും അതൊരു പുള്ളിങ് ഫോഴ്സ് വരാണ്. അതുകൊണ്ട് തന്നെ മുടി കൊഴിച്ചിലുള്ള ഒരു കാരണമാവും. അത് ടെമ്പററി ആവും, പെർമനന്റും ആവും. ശരിക്കും തന്നെ ഫ്രണ്ടിൽ ഈ ബോസ് യൂസ് ചെയ്യുന്ന മെയിൽസ് കയറ്റി ഭയങ്കര ടൈറ്റ് ആയിട്ട് വെക്കും. അപ്പൊ അതും ഈ റിസീഡിങ് ഹെയർ ലൈനിന്റെ ഒരു കോസ് ആണ്. ആക്സിലറേറ്റ് ചെയ്യും നമ്മുടെ. ഒരിക്കൽ ചെയ്തുകൊണ്ടല്ല, റിപ്പീറ്റഡ് ആയിട്ട് ഇത് നമ്മളൊരു ഡെയിലി ഹാബിറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അതിന്, അതുപോലെ തന്നെ പിന്നിട്ടിട്ട് കിടന്നുറങ്ങുക എന്നൊക്കെ പറയുമ്പോൾ അപ്പോഴും ഈ ട്രാക്ഷൻ കാരണം ഇത് വരാനുണ്ട്. അപ്പൊ ഈ പിന്നീട്ടിട്ട് കിടന്നുറങ്ങാന്ന് പറയുന്നതിനേക്കാളും ഭയങ്കര ടൈറ്റ്നെസ് ആണ് അതിൻ്റെ ഒരു ഫാക്ടർ. ലൂസായിട്ട് കെട്ടുന്നതിനല്ല, ടൈറ്റായിട്ട് ഇപ്പം മേലെയൊക്കെ കെട്ടി വെക്കുക, അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ശരിക്കും ആ ട്രാക്ഷൻ വരുന്നത്. അതുപോലെ ഇങ്ങനെ കുറെ ലൈഫ് സ്റ്റൈൽ പറയാനുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുണ്ട്. അപ്പൊ ഇത് എന്തൊക്കെയാണെന്ന് നമ്മൾ തന്നെ ഒന്ന് സ്വയം വിലയിരുത്തി ഐഡന്റിഫൈ ചെയ്യാൻ നോക്കിയാൽ തന്നെ കുറെ കാര്യങ്ങൾ മാറും. ഇതൊന്നും അല്ലാതെ ഇപ്പോൾ ഇതൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ്, നമ്മുടെ കയ്യിലുള്ള കാരണങ്ങളാണ്. നമുക്ക് ചേഞ്ച് ചെയ്താൽ റിവേഴ്സിബിൾ ആയിട്ടുള്ള കാരണങ്ങൾ. ഇതിന് പുറമെ ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കുറേ കാരണങ്ങളുണ്ട്, നമുക്ക് ജനറ്റിക് ആയിട്ട് കിട്ടുന്ന കുറേ കാരണങ്ങൾ. തീർച്ചയായിട്ടും അത് പാരമ്പര്യം നമ്മൾ പണ്ടേ കേട്ടിട്ടുള്ളതാണ്. അവന് പാരമ്പര്യമായിട്ടുള്ളതാണ് കഷണ്ടി, അല്ലെങ്കിൽ അവന് പാരമ്പര്യം വന്നത്, എൻ്റെ മുത്തശ്ശൻ ഇങ്ങനെയായിരുന്നു എന്ന് എല്ലാവരും ഫാമിലിയിലൊക്കെ പൊതുവേ പറഞ്ഞു കൊടുക്കും. നമ്മളിപ്പോൾ കല്യാണത്തിനൊക്കെ പോകുമ്പം പലരും ഈ പറഞ്ഞ പോലെ സൊസൈറ്റിയുടെ ജഡ്ജ്മെൻറ്റിന് ഇരയാവുക എന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ, ഓ നിനക്ക് വല്യച്ഛനെ പോലെ മുടി പോകുന്നുണ്ടല്ലേ, ടെൻഷൻ. അതെ 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 അത് പക്ഷേ ഒരു ഫാക്ടർ ഉണ്ട് അതിനകത്ത്. ശരിക്കും ജെനറ്റിക്സിനൊരു റോളുണ്ട്. ജെനറ്റിക്സ് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഈ മുടികൊഴിച്ചിൽ എന്ന് പറയുന്നത് ജെനറ്റിക്സുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു പാറ്റേൺ ഫാമിലിയിൽ റൺ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആൾക്കും ഈ പറഞ്ഞ വ്യക്തിക്കും ആ പ്രായമാവുമ്പോൾ മുടികൊഴിച്ചിൽ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം മുടി കൊഴിച്ചിൽ പോയി ഫുൾ തലയിൽ ഫുൾ മുടി പോവും എന്നുള്ളത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്ത് നിൽക്കുന്നതിനേക്കാളും ഈ പറഞ്ഞ പോലെ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സൊക്കെ കറക്റ്റ് ചെയ്ത്, സ്ട്രെസ്സ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത്, ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് കറക്റ്റാക്കി ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്കത് ഡിലേ ചെയ്യാൻ പറ്റും. പക്ഷെ ആ ഒരു ഫാക്ടർ പ്രിഡോമിനൻ്റ് ആയിട്ട് ജീൻസിലുണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തി അത് മുടി കൊഴിച്ചിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ്. അത് മുടി കൊഴിച്ചിലിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ശരിക്കും ഏർലി ഗ്രേയിങ്, അതൊരു പ്രിമച്വർ ഗ്രേയിങ് ഓഫ് ഹെയർ, അത് പാരമ്പര്യമായിട്ട് വരുന്നത് തന്നെ. അപ്പം നമ്മുടെ കൂടുതലും ആൺകുട്ടികളുടെ കാര്യത്തിൽ അമ്മയുടെ സൈഡിൽ നിന്നാണെന്നുള്ളത് പറയും. അമ്മയുടെ അച്ഛന് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആൺകുട്ടികൾക്ക് മുടി കൊഴിയും, അല്ലെങ്കിൽ നേരത്തെ മുടി നരയ്ക്കും എന്നൊക്കെ പറയും. അതനുഭവിക്കുന്നവരോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരു എൻഡല്ല എന്ന് വെച്ചാൽ പാരമ്പര്യമാണ്, എനിക്കിനി ഒന്നും ചെയ്യാനില്ല, അത് പാരമ്പര്യമായിട്ട് അങ്ങനെ പോകുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. എക്സാക്ട്ലി ഒരുപാട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ കറക്ഷൻസും ഡയറ്റ് കറക്ഷൻസും വരുത്തി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതിലൊക്കെ നല്ല വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. പിന്നെ വേറെയും കുറേ ഫാക്ടേഴ്സ് ഉണ്ട്, ലൈക്ക് സ്കാൽപ്പ് സോറിയാസിസ്. പലരും OPയിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം OPയിൽ ഒരു ആൾ വന്ന് പറഞ്ഞത് ഭയങ്കര കട്ടിയായിട്ട് താരനുണ്ട്, എന്ത് ചെയ്തിട്ടും പോകുന്നില്ല എന്ന് പറഞ്ഞ് ഹെയർ എക്സാമിൻ ചെയ്യുമ്പോഴാണ് അത് ആക്ച്വലി സ്കാൽപ്പ് സോറിയാസിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. പൊറ്റൻ പോലെ ഇങ്ങനെ സോറിയാസിസിൻ്റെ, സ്കിൻ ഡിസോർഡറായ സോറിയാസിസ് സ്കാൽപ്പിൽ വരികയും ഭയങ്കര കട്ടിയായിട്ട് ഇങ്ങനെ ഫ്ലേക്സ് പോലെ സ്കിൻ പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ അങ്ങനത്തെ കാരണങ്ങൾ ഉണ്ടോയെന്നൊന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എണ്ണകളിലേക്കോ അല്ലെങ്കിൽ ബ്ലൈൻഡായിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നതിലോ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നതിലേക്കോ ഒക്കെ പോകാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ടും ഒരു മെഡിക്കൽ ഇവാലുവേഷൻ ചില കാര്യങ്ങളിലെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബിഫോർ യു ജമ്പ് ഇൻ ടു കൺക്ലൂഷൻസ് എന്ന് പറയുന്നത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഈ പറഞ്ഞ പോലെ തന്നെ ജെനറ്റിക്സ് എനിക്ക് പാരമ്പര്യമാണ് എന്ന് വിചാരിച്ചിരിക്കുന്നതിനേക്കാളും ഈ മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സിൽ ഒന്നാണ് സ്ട്രെസ് മാനേജ്മെൻറ്റ്, അല്ലേ? സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഭയങ്കര വലിയ ഫാക്ടറാണ്, അല്ലേ? മുടി കൊഴിയുന്നു എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചാലും മുടി എക്സാക്ട്ലി ഈവൻ ജനറ്റിക്കായിട്ട് വളരെ നല്ല മുടിയുള്ള ആൾക്കാരായിരിക്കും, ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അവരുടെ മുടി നല്ലോണം കൊഴിയും. അപ്പോൾ ഡോക്ടറെ എൻ്റെ പാരമ്പര്യമായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടില്ല, ഞാൻ നന്നായിട്ട് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണ്, അങ്ങനെ പറഞ്ഞ് വരുന്ന കുറേ പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ അവരിൽ മെയിനായിട്ട് കാണുന്നത് അവരുടെ ലൈഫ് സ്റ്റൈൽ നോക്കുമ്പോൾ ഹൈലി സ്ട്രെസ്ഡ് വർക്കായിരിക്കും. വർക്ക് ലൈഫ് ബാലൻസ് ഒരിക്കലും കൊണ്ടു നടക്കാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും. ഡയറ്റ് നോക്കും, എല്ലാം നോക്കും, എന്താ പറയുക, എക്സസൈസ് ഒക്കെ ചെയ്യും, എല്ലാം ചെയ്ത് എല്ലാം നോർമലായിട്ട്, എന്നിട്ടും എനിക്ക് ഹെയർ ഇതുപോലെ കൊഴിയുന്നുണ്ട്, പ്രിമച്വർ ഗ്രേയിങ് വരുന്നുണ്ട് എന്ന് പറയും. പക്ഷെ അതിൻ്റെ ഒരു മെയിൻ ഫാക്ടറാണ് സ്ട്രെസ്സ്.
ഈ വർക്കിലുണ്ടാവുന്ന സ്ട്രെസ്സ് അല്ലെങ്കിൽ ഫാമിലിയിൽ ഉണ്ടാവുന്ന സ്ട്രെസ്സ് അത് ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചലിനും അതുപോലെ പ്രീമച്വർ ഗ്രേയിങ്ങിനും തിന്നിങ്ങിനൊക്കെ ഭയങ്കരമായിട്ട് ലീഡ് ചെയ്യുന്ന ഒരു കോസാണ്. ഈ ഡിപ്രഷൻ പോലുള്ള കേസുകൾ വരുമ്പോൾ തന്നെ ആ ഒരു കണ്ടീഷനിൽ ഹെയർ ഗ്രോത്തിനെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറെ കുറേ സൈക്കോസിസ് കണ്ടീഷൻ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഒരു പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, അതുപോലെ തന്നെ ആ ഒരു കണ്ടീഷനിലൊക്കെ പലപ്പോഴും അമ്മമാരെ കാണാൻ റിലേറ്റീവ്സ് വരുമ്പോൾ അയ്യോ നിങ്ങളുടെ മുടി പോയല്ലോ, എന്ത് പറ്റി, ഒരു പ്രസവം കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളുടെ സൗന്ദര്യം പോയല്ലോ, അതൊക്കെ ആക്ച്വലി ഈവൻ നമുക്ക് അമ്മയിൽ അതെ വീണ്ടും സ്ട്രെസ് കോസ് ചെയ്യാണ്, വീണ്ടും അത് വളരെ ബുദ്ധിമുട്ടായിട്ട് വരികയാണ് അവർക്ക്. അതേപോലെ തന്നെ നമ്മുടെ ഹോർമോൺസിനെ വളരെ ബാധിക്കുന്നുണ്ട്. ഈ നമ്മളുടെ ഈവൻ കോർട്ടിസോൾ പോലുള്ള ഹോർമോൺസ് സ്ട്രെസ് കാരണം ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ തന്നെ നമ്മളുടെ ഹെയർ ഗ്രോത്തിനെ വളരെ ബാധിക്കുന്ന ഒരു കാരണം കോർട്ടിസോൾ പോലുള്ള ഹോർമോൺസ്, സ്ട്രെസ് ഹോർമോൺസ്. അതേപോലെ തന്നെയാണ് നമ്മളുടെ ഈസ്ട്രജൻ പ്രൊജസ്ട്രോണിൻ്റെ ലെവലിൽ വ്യത്യാസം വരിക, ആൻഡ്രോജൻ ഹോർമോൺസിന് വ്യത്യാസം വരിക. ഈ ഹോർമോൺസിൻ്റെ ലെവലിൽ വ്യത്യാസം വരുമ്പോൾ പോലും ഇതുപോലെ ഹെയർ ഫോൾസ് ഒക്കെ വളരെ നന്നായിട്ട് കോസ് വരുന്നതാണ്. പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് അതൊരു വലിയ പ്രശ്നമാണ് അല്ലേ? ഒരു ടീനേജ് കഴിഞ്ഞ ഒരു അഡൾട്ട്ഹുഡ് ഹിറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ നോക്കും മുടി പോകുന്നുണ്ടോ, നമ്മൾ ഫ്രണ്ട്സിനൊക്കെ കാണുമ്പോൾ പിടിച്ച് നോക്കും മുടി പോകുന്നുണ്ടോ എന്ന്. അതിൻ്റെ ഒരു കോസ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റോസ്റ്റെറോൺ പ്രൊഡക്ഷൻ, നമ്മൾ ആൻഡ്രോജനിക് അലോപേഷ്യ എന്ന് അതിന് പറയുന്നത്. ടെസ്റ്റോസ്റ്റെറോൺ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മളെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് ആ ഹോർമോൺ. അതിന് പ്രശ്നമെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഫേഷ്യൽ ഹെയറിലും ബോഡി ഹെയറിലും ഒരു എഫക്റ്റും സ്കാൽപ്പ് ഹെയറിൽ നേരെ ഓപ്പോസിറ്റ് എഫക്റ്റുമാണ് നടത്തുന്നത്. ഇത് കാരണമാണ് നമുക്ക് ഫേഷ്യൽ ഹെയർ, ഇപ്പം നല്ല തിക്ക് ബിയേർഡ് ഉള്ളവർക്കൊക്കെ ഇങ്ങനെ പറയും നല്ല ടെസ്റ്റോസ്റ്റെറോൺ ഹൈ ആണ്, പക്ഷെ അവർക്ക് മുടി കാണില്ല, സ്കാൽപ്പ് ഹെയർ കാണില്ല. രണ്ടും ഉള്ളവരുണ്ട്, അവരുടെ ഭാഗ്യം. അപ്പോൾ ഈ ടെസ്റ്റോസ്റ്റെറോൺ ഡയറക്റ്റ്ലി സ്കാൽപ്പ് ഹെയറിൽ ആക്ട് ചെയ്യില്ല. ഇതൊരു എൻസൈം ആൽഫ 5 റിഡക്റ്റേസ് എന്ന് പറഞ്ഞ എൻസൈം ടെസ്റ്റോസ്റ്റെറോണെ DHT എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ടിലോട്ടാക്കും, ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറയും. ഇതാണ് നമ്മുടെ സ്കാൽപ്പ് ഹെയറിൽ ആക്ട് ചെയ്യുന്നത്. അപ്പം ഇത് നമ്മുടെ സ്കാൽപ്പ് ഹെയറിൽ എങ്ങനെ ആക്ട് ചെയ്യുന്നുള്ളത് നമ്മുടെ കയ്യിലുള്ളതല്ല, അത് നമ്മളെ ജനറ്റിക് പ്രീഡിപ്പോസിഷനാണ്. നമ്മളെ ഹെയർ സ്റ്റാൻസിൽ അല്ലെങ്കിൽ ഹെയർ ഫോളിക്കിൻ്റെ സെൻസിറ്റിവിറ്റി അനുസരിച്ചിരിക്കും ഇതെങ്ങനെയാണ് നമ്മളെ സ്കാൽപ്പ് ഹെയറിൽ വരുന്നതെന്ന്. ഇപ്പോൾ ഹൈലി സെൻസിറ്റൈസ്ഡ് ആയിട്ടുള്ള ഹെയർ ഫോളിക്കിൾസ് ആണ് നമുക്ക് ജന്മന ഉള്ളതെങ്കിൽ ഇതിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആക്സിലറേറ്റ് ചെയ്യും നമ്മുടെ മുടി കൊഴിച്ചിൽ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് പെട്ടെന്ന് ആക്ട് ചെയ്യും നമ്മളെ മുടിയിൽ. അപ്പോൾ നമ്മൾ ഗ്രാജുവലി നമ്മൾ ബാൾഡ് ആയിക്കൊണ്ടിരിക്കും, റെസീഡിങ് ഹെയർ ലൈൻ എന്ന് പറയും. ആണുങ്ങൾക്ക് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കും. ഇതാണ് ആൻഡ്രോജനിക് അലോപേഷ്യ. പിന്നെ ഇത് ലേഡീസിലും കാണാറുണ്ട്, പക്ഷെ അത് മിനിമലാണ്. ഈ PCOS ഉള്ള കണ്ടീഷനിലൊക്കെ അവർക്ക് ടെസ്റ്റോസ്റ്റെറോൺ പ്രൊഡക്ഷൻ ചിലപ്പോൾ കൂടും. അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ ഹെയർ ഫോൾ കാണാറുണ്ട് ഈ ലേഡീസിലായാലും. അതെ അതെ, ഇത് പറഞ്ഞു വന്നപ്പോഴേ കഴിഞ്ഞ ദിവസം OP യിലൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. ചെറിയൊരു പെൺകുട്ടി മുടി കൊഴിച്ചിലാണ് കാരണം നമ്മൾ ഈ നേരത്തെ പറഞ്ഞ അതേ പ്രസൻറ്റേഷൻ തന്നെ, ഒരുപാട് എണ്ണ ഉപയോഗിച്ച് നോക്കി, പ്രൊഡക്ട്സ് ഒരുപാട് ഉപയോഗിച്ച് നോക്കി, സിറം അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഉപയോഗിച്ചു, ഒരു കുറവുമില്ല, ഭയങ്കര കട്ടിയായിട്ട് ഇങ്ങനെ ഊരി പോരുകയാണെന്നാണ് പറയുന്നത്, കട്ടിയായിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് എന്തെങ്കിലും? അപ്പോൾ അവരെന്നോട് ചോദിച്ചു ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ഇതിന് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, മുടി കൊഴിച്ചിലിന് എന്തിനാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത്? അപ്പം ബാക്കി അപ്പോൾ ഇനി കുറച്ചും കൂടെ മെഡിക്കൽ ഇവാലുവേഷൻ വേണമെന്ന് തോന്നിയതുകൊണ്ട് സംസാരിച്ച് വരുമ്പം പീരിയഡ്സ് ഇറഗുലർ ആണ്, അല്ലെങ്കിൽ ഒരുപാട് വണ്ണം വെക്കുന്നുണ്ട്, ഇങ്ങനെ കുറച്ച് വേറെയും കാര്യങ്ങൾ റീസെൻ്റ് ആയിട്ടുള്ള ബോഡിയിൽ വരുന്ന ചേഞ്ചസും കൂടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. ഒരു ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോയപ്പം ഈ പറഞ്ഞ പോലെ PCOD ആയിരുന്നു കേസ്. ആ ഒരു ബേസിക് കോസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാതെയായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ടൊക്കെ ഇവർ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ ഒരുപാട് ഡയഗ്നോസിസ് നമുക്ക് മിസ്സായും പോകാറുണ്ട്. മുടി കൊഴിച്ചിൽ എന്നുള്ളൊരു പ്രസൻറ്റേഷൻ കാരണം മേജറായിട്ടുള്ളൊരു ഡയഗ്നോസിസിൻ്റെ പല കാര്യങ്ങളും മിസ്സായിട്ട് പോകാറുമുണ്ട്. അപ്പോൾ ഇത് PCOD കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ എന്താണോ PCODനെ കറക്റ്റ് ചെയ്യാനുള്ള മെഡിസിൻസ് അവിടെ ഇൻറ്റേർണലി കൊടുക്കേണ്ടത് അത് കൊടുക്കേണ്ട ആവശ്യകത അവിടെ വരികയാണ്. പുറമെ നമ്മൾ എണ്ണ തേക്കുകയും ഹെയർ പാക്ക് ഇടുകയും ചെയ്ത് കഴിഞ്ഞാൽ PCOD പോവില്ലല്ലോ. PCOD പോവാതെ മുടി കൊഴിച്ചിലും പോവില്ല. ഈ സൈക്കിൾ കറക്റ്റ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. പിന്നെ എനിക്ക് തോന്നുന്നു വേറൊരു മേജർ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വരാറുള്ളത് കുറച്ച് പ്രായമായിട്ടുള്ള സ്ത്രീകൾ, ആഫ്റ്റർ 50s മുടി കൊഴിയുന്നു. ഇപ്പം എൻ്റെ അമ്മയൊക്കെ ആണെങ്കിലും പറയാറുണ്ട് മുടി നന്നായിട്ട് പോകുന്നുണ്ട് എന്നുള്ളത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് മെനോപോസാണ്. മെനോപോസിന് ശേഷം വരുന്ന മുടി കൊഴിച്ചിൽ ഇസ് വെരി കോമൺ. ഫീമെയിൽസിൽ അത് വളരെ കോമൺ ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. ഈ മെയിൽസിൽ ടീനേജിലൊക്കെ തുടങ്ങുമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഫീമെയിൽസിൽ കൂടുതലും മെനോപോസ് കഴിയുമ്പോഴാണ് വരുന്നത്. അത് ആ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടാണ്. നോർമൽ
ഹോർമോണൽ ചേഞ്ചസും ആണ്. അപ്പം നമ്മൾ ശരിക്കും ആ മെനോപോസൽ ഇഷ്യൂസ് എന്തൊക്കെയാണ് അവിടെയുള്ള ഇംബാലൻസസ്, ഇവർ ഫേസ് ചെയ്യുന്ന ബാക്കി പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഹോട്ട് ഫ്ലഷസ് ആവാം, നൈറ്റ് സ്വെറ്റ്സ് ആവാം, ഇമോഷണൽ ഡിസ്റ്റർബൻസസ് ആവാം, ഇതൊക്കെ കറക്റ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിലാണ് മുടി കൊഴിച്ചിൽ കറക്റ്റായി പോകുന്നത്. ഇങ്ങനെ ഒരുപാട്. മറ്റൊരു പ്രശ്നം എനിക്ക് തോന്നുന്നത് തൈറോയിഡ്. ഇപ്പോൾ ഡയഗ്നോസ് ചെയ്യാനും നമ്മൾ സിംറ്റംസ് മാസ്ക് ചെയ്യും. കറക്റ്റ്. കാരണം ഒരു സിംറ്റമും ഇല്ലാത്തവർക്ക് വരെ നമ്മൾ തൈറോയിഡ് ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പം തൈറോയിഡ് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അതിനും മുടി കൊഴിച്ചിൽ, ഈ പറഞ്ഞ പോലെ പീരിയഡ്സിൻ്റെ ഇറഗുലാരിറ്റീസ്, ഇതൊന്നും പലരും പെട്ടെന്ന് വന്ന് പ്രസന്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അവർ കണക്ട് ചെയ്യില്ല, ഇതുകൊണ്ടാണ് ഇത് പുറമേ നിന്നുള്ള മുടി കൊഴിച്ചിൽ. എക്സ്റ്റേണൽ അപ്പിയറൻസ് ആണ് ഏറ്റവും കൂടുതൽ അവരെ ബാധിക്കുന്നത്. അതെ അതെ അതെ. പിന്നെ ഈ മെയിൽസിൽ ഉള്ള ഒരു ഡൗട്ട്, കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ ജിമ്മിൽ പോകുന്നതുകൊണ്ട് മുടി കൊഴിച്ചിൽ വരാറുണ്ടോ, അല്ലെങ്കിൽ എക്സസൈസ് ആയിട്ട് വർക്കൗട്ട് ചെയ്താൽ മുടി കൊഴിച്ചിൽ വരുമോ? എക്സസൈസ് ആയിട്ട് വർക്കൗട്ട് ചെയ്താൽ മുടി കൊഴിച്ചിൽ വരില്ല. എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് അതേ വേർപ്പോടെ നിങ്ങൾ പിന്നെ അത് ക്ലീൻ ചെയ്യാതെ ഇരുന്ന ഈ സ്വെറ്റ് തലയിൽ തങ്ങിയിട്ട് നമ്മളെ ഹെയർ ഫോളിക്കിൾസിനെ ക്ലോഗ് ചെയ്യും, സ്വെറ്റും ഡേർട്ടും. അങ്ങനെ മുടി കൊഴിച്ചിൽ കൂടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് എടുത്താൽ മുടി കൊഴിച്ചിൽ കൂടും. പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് അസച്ച് എടുത്താൽ മുടി കൊഴിച്ചിൽ വരാൻ ചാൻസ് ഇല്ല. കാരണം പ്രോട്ടീൻ ആവശ്യമാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിന്, കെരാറ്റിൻ. അപ്പം പ്രോട്ടീൻ ആവശ്യമാണ്. എന്താ പറ്റുന്ന, സ്റ്റെറോയിഡ്സ് ഉള്ള സപ്ലിമെൻറ്റ്സും ക്രിയാറ്റിനുള്ള സപ്ലിമെന്റ്സ് നിങ്ങൾ യൂസ് ചെയ്താൽ മുടി കൊഴിയാൻ ചാൻസ് ഉണ്ട്. അതൊരു ഫാക്ടറാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. കാരണം എല്ലാവരും വർക്ക് ഫ്രം ഹോം ആണ്, വീട്ടിലിരിപ്പാണ്. കുട്ടികളാണെങ്കിലും അതെ, അടച്ചിട്ട ക്ലാസ് മുറികളിലിരുന്ന് ഉള്ള പഠിത്തമാണ്. പണ്ട് നമ്മളെ ഒന്നും പോലെ പുറത്തിറങ്ങി കളിക്കുക, വെയിൽ കൊള്ളുക, ഗ്രൗണ്ടിൽ പോവുക, ഇതൊക്കെ വളരെ കുറഞ്ഞു വന്നു. ഇന്നത്തെ ആക്ടിവിറ്റീസിൽ അതൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ. എല്ലാം ഇൻഡോർ ആക്ടിവിറ്റീസായി മാറി. അപ്പം ഇപ്പോൾ സത്യം പറഞ്ഞാൽ വൈറ്റമിൻ ഡി സപ്ലിമെന്റ് ടെസ്റ്റ് ചെയ്യാതെ തന്നെ കഴിക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു. കാരണം മുടി കൊഴിച്ചിലായിട്ട് വരുന്ന ഇപ്പം ബാക്കി ലൈഫ് സ്റ്റൈൽ ആക്ടിവിറ്റീസ് എല്ലാം കറക്റ്റ് ആണെന്ന് പറഞ്ഞാലും ഒന്നീ വൈറ്റമിൻ ഡി അല്ലെങ്കിൽ തൈറോയിഡ് പ്രോബ്ലംസ് ടെസ്റ്റ് ചെയ്താൽ മിക്കവർക്കും കാണും. അതെ അതെ. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ മുടി കൊഴിച്ചിൽ എന്ന് പറഞ്ഞ് കുറേ നാൾ മാറാതെ ഇരുന്നിട്ടും എണ്ണകൾ മാറി മാറി ഉപയോഗിക്കുക, പ്രൊഡക്ട്സ് മാറി മാറി ഉപയോഗിക്കുന്നതിന് പകരം കൃത്യമായിട്ടുള്ളൊരു ഡോക്ടറെ കണ്ട് ഒരു ചികിത്സ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. ഇന്ന് ആ പ്രോബ്ലംസ് എല്ലാം വളരെ കോമണുമാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ കോമൺ ആണ്.